മലയാളത്തിലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മൂവിയിലെ രംഗങ്ങളാണിത്. ചിത്രം സ്ഫടികം. ഈ ലൊക്കേഷൻ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ചങ്ങനാശ്ശേരി നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ നിന്നും MC റോഡ് വഴി വരുമ്പോൾ എത്തുന്ന ബൈപ്പാസ് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ബൈപ്പാസ് പോകുന്നു. നമ്മൾ ടൗണിലേക്ക് നേരെ തന്നെ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം എത്തുന്ന പ്രധാന ജംഗ്ഷൻ പെരുന്നയാണ്. പെരുന്ന എന്ന പേരും ചങ്ങനാശ്ശേരിയെ പോലെ തന്നെ മിക്കവരും കേട്ടിട്ടുണ്ടാവും. NSSൻ്റെ, അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഇവിടെയാണ്. നമുക്ക് ഇടത്തേക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ കുറച്ചൊന്ന് പോയിട്ട് വരാം. ഇനി നമുക്ക് തിരികെ പോകാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും കുട്ടനാട്ടിലൂടെ ആലപ്പുഴയിലേക്കുള്ള റോഡാണിത്. കുട്ടനാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് യാത്ര പോകാൻ പറ്റിയ വഴിയാണ്. പെരുന്ന ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തുന്നു. NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇതിൻ്റെ സ്ഥാപകനും സമുദായ ആചാര്യനുമായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സമാധി മണ്ഡപവുമൊക്കെ ഇവിടെ വലതുഭാഗത്തായിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് NSS ഹിന്ദു കോളേജും. ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് വേണ്ടി 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. അതിലെ പെരുന്ന ബസ് സ്റ്റാൻഡ് ഇവിടെ വലതുഭാഗത്തായിട്ടാണ്. ഇനി എത്തുന്നത് മുനിസിപ്പൽ ജംഗ്ഷൻ. അവിടെ നിന്നും വലത്തേക്കാണ് വളരെ പഴക്കമുള്ള പുരാതനമായ പുതൂർ പള്ളി ജുമാ മസ്ജിദിലേക്ക് പോകേണ്ടത്. പള്ളിയിലേക്കുള്ള വഴിയിലെ കമാനമാണ് ആ കാണുന്നത്. KSRTCയുടെ ബസ് സ്റ്റാൻഡും ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായിട്ടാണ്. ചങ്ങനാശ്ശേരിയിലെ പ്രധാന കവലയിലേക്കാണ് എത്തുന്നത്. ലെഫ്റ്റിലേക്ക് പോയാൽ മാർക്കറ്റ് വഴി ബോട്ട് ജെട്ടിയിലേക്ക് എത്താം. റൈറ്റിലേക്ക് പോകുന്നത് ചങ്ങനാശ്ശേരി തെങ്ങണ റോഡാണ്. നേരെ MC റോഡാണ്. ചിങ്ങവനം വഴി കോട്ടയത്തേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ബൈപ്പാസ് വഴി വരാം. വലതുഭാഗത്താണ് ചങ്ങനാശ്ശേരിയുടെ മറ്റ് പ്രധാന കലാലയങ്ങളായ SP കോളേജും അസംഷൻ കോളേജും. അസംഷൻ വിമൻസ് കോളേജാണ്. അത് റോഡിൽ നിന്ന് കാണാൻ കഴിയില്ല. SB കോളേജിൻ്റെ പിന്നിലായിട്ടാണ്. ഇവിടെ ഇടതുവശത്ത് മുനിസിപ്പൽ പാർക്കുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് ചങ്ങനാശ്ശേരി. താലൂക്ക് കേന്ദ്രവും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണിത്. വളരെ പണ്ട് തെക്കുംകൂർ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ചങ്ങനാശ്ശേരി. പിന്നീട് മാർത്താണ്ഡവർമ്മ തെക്കുംകൂർ രാജ്യം പിടിച്ചെടുക്കുകയും തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു. പാലത്ര ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വലത്തേക്ക് തിരിഞ്ഞ് ബൈപ്പാസിലൂടെ മുന്നോട്ട് പോകാം. ബൈപ്പാസ് റോഡ് ചങ്ങനാശ്ശേരി തെങ്ങണ റോഡിനെ ക്രോസ് ചെയ്യുന്ന ബൈപ്പാസ് ജംഗ്ഷനാണ്. ഇവിടെ നിന്നും ഇടതുഭാഗത്ത് എന്താണെന്നൊന്ന് കണ്ടുവരാം. അമ്പലത്തിലെ ശംഖുവിളിയും പള്ളിയിലെ മണിനാദവും മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് വിളിയും ഒക്കെ കേട്ടുണരാനായിട്ട് തെക്കുംകൂർ ഭരണകാലത്ത് ഒരു രാജാവ് കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് അമ്പലവും പള്ളിയും മസ്ജിദും പണിതത്രേ. അങ്ങനെ ശംഖുനാഥശ്ശേരി എന്ന ഈ പ്രദേശം അറിയപ്പെട്ടു തുടങ്ങുകയും പിന്നീട് ചങ്ങനാശ്ശേരിയായി മാറുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു.
നെല്ല് ഇളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ചങ്ങഴി, നാഴി തുടങ്ങിയ അളവ് പാത്രങ്ങളിൽ നിന്നുണ്ടായ ചെങ്ങനാട്ടുശ്ശേരി എന്ന പേര് രൂപാന്തരം പ്രാപിച്ച് ചങ്ങനാശ്ശേരിയായി എന്നും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കുരിശുമൂട് കവലയിലെത്തിയിട്ടുണ്ട്. ഇനി തിരികെ പോയേക്കാം. ഇതാണ് പ്രശസ്തമായിട്ടുള്ള പാറയിൽ പള്ളി. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. നേരെ തന്നെ പിക്കളയാം വീണ്ടും ചങ്ങനാശ്ശേരി കവലയിലേക്ക്. ഇവിടെ ഇടതുവശത്താണ് രണ്ടാമത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമ്മൾ മുൻപ് കടന്നുപോയ ടൗൺ ജംഗ്ഷനാണ്. മാർക്കറ്റ് റോഡ് വഴി ബോട്ട് ജെട്ടി ഭാഗം എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കി വരാം. ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നേരത്തെ കണ്ട സിനിമ രംഗങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നില്ലേ? സ്ഫടികത്തിലെ ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അഞ്ചു വിളക്കിൻ്റെ നാട് എന്നും ചങ്ങനാശ്ശേരിക്കൊരു പേരുണ്ട്. അതിന് കാരണമായിട്ടുള്ള 5 വിളക്കാണ് ആ കാണുന്നത്. ചങ്ങനാശ്ശേരി ചന്തയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് ഇവിടെ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1905 നിർമ്മിക്കുന്നത്. ആ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടിയുടെ മുൻഭാഗമാണിത്. ഈ ഒരു കനാലിലൂടെയാണ് ബോട്ടുകൾ ജെട്ടിയിലേക്ക് വരുന്നതും തിരികെ പോകുന്നതും. ഇനി മടങ്ങാം. വളരെ പഴയ പേരുകേട്ട ഒരു ചന്തയാണ് ചങ്ങനാശ്ശേരിയിലേത്. 1805 പ്രവർത്തനം ആരംഭിക്കുന്നത്. ജലമാർഗം ചരക്ക് നീക്കത്തിനുള്ള സാഹചര്യമുണ്ടായിരുന്നതുകൊണ്ട് കുട്ടനാട്ടിനെയും ഹൈറേഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രമായി ഈ മാർക്കറ്റ് അതിവേഗം വളരുകയും അറിയപ്പെടുകയും ചെയ്തു. മലമ്പ്രദേശങ്ങളിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് ജലമാർഗം വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ ആലപ്പുഴയിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നുമൊക്കെയുള്ള നെല്ലും അരിയും വള്ളത്തിലെത്തിച്ച് മലമ്പ്രദേശങ്ങളിലേക്ക് നീക്കാനുമൊക്കെ സൗകര്യപ്രദമായ ഒരു കേന്ദ്രമായിട്ടിത് മാറി. ഇന്നും കേരളത്തിലെ ഒരു പ്രധാന മാർക്കറ്റാണ് ചങ്ങനാശ്ശേരിയിലേത്. കവലയിൽ നിന്നും നേരെ പോയി ബൈപ്പാസിലേക്ക് നീങ്ങാം. ഇനി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകാം. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ കാഴ്ചകൾ കഴിയുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതും മറക്കരുത്.